It is a real privilege to welcome Dr. Raju Narayana Swami, IAS. ബഹുമാന്യനായ മാർ തോമസ് തറയിൽ പിതാവ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു മാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട SP കോളേജിൻ്റെയും അസംഷൻ കോളേജിൻ്റെയും അലൂമിനി അസോസിയേഷൻ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, കറുത്ത ചക്രവാളം അതിരുകൾ ചൂടുന്ന മനോഹരമായ ഈ പ്രഭാത സന്ധ്യയിൽ നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമില്ല, അംഗീകരിക്കുക ധന്യവാദങ്ങളെ എന്ന വയലാറിന്റെ വരികൾ മുഴങ്ങുന്ന ഈ മുഹൂർത്തത്തിൽ ചിക്കാഗോയുടെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി പ്രലസിക്കുന്ന ഈ സംഘടന വളർച്ചയുടെ മറ്റൊരു പടവ് കൂടി പിന്നിടുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ഏതാനും നിമിഷം പങ്കിടാൻ എനിക്കൊരു അവസരം നൽകിയാണ് ഈ ചടങ്ങിന്റെ സംഘാടകരോടുള്ള ഹൃദയംഗവുമായ അഗൈതവുമായ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. SPM അസംഷനും അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്, വാക്കുകൾക്കതീതമായ ഒരു വർണ്ണ വിസ്മയമാണ്. SPയുടെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ്, സാഹോദര്യത്തിന്റെ ഭാഷയാണ്, സമഭാവനയുടെ ഭാഷയാണ്, മനുഷ്യത്വത്തിന്റെ ഭാഷയാണ്. സ്നേഹിക്കയില്ല ഞാൻ നൂറും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തിൽ. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. പരാപരാത്മൻ ഭക്തഭിഗമ്യൻ ഭവാനയാർ കാണു ചരാചര പ്രേമാഞ്ജലമെഴുതിന ചക്ഷുസില്ല ഞാൻ. പരോപകാരികളെ വാർത്തെടുക്കുന്ന ഒരു മൂശയായിട്ടാണ് 1922 ആരംഭിച്ച ഈ കലാലയത്തെ ഞാൻ കാണുന്നത്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഗിറുപ്പവനും മലർഗന്ധവീനും, വെട്ടുന്നവനും തരി ചൂടകറ്റും, ഹനിപ്പവനും കിളിപാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര അതാണ് എന്ന അത്തരത്തിലുള്ള ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യയനം നടത്താൻ മഹാഭാഗ്യം ലഭിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിസ്സംശയം പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ, മൂർഖമാം നിയമത്തിനായ മുനകളിൽ. യേശുദേവൻ പരിത്യാഗശീലത്തിന്റെ പ്രതീകമാണ്. 2000ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായ ഒരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും. ഏകമുഖമം കുരിശിനെ കുത്തുവാൻ ആരാലിറങ്ങി വരും, ചില മാലാഖമാരായി വരാം. കണ്ട വെണ്ണുകിൽ തുണ്ടുകൾ പാപം ഹരിച്ച് പാരണ്യം മുന്നേറുവാൻ പാത കാണിക്കും, കുരിശിയെ ജയിക്കുക എന്ന മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ഇന്ന് ഞാൻ നാളെ നീല വരികൾ എന്റെ മനസ്സിൽ കൂടിയിട്ടു. ഈശ്വരന്റെ യാഥാർത്ഥ്യമോ അതോ കേവലം ഒരു വിശ്വാസമോ, ഒരു തഥ്യയോ അതോ തഥ്യയായി തോന്നുന്ന മിഥ്യയോ എന്ന് പോലും സംശയിക്കുന്ന, സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ശാസ്ത്രത്തിന്റെ അഭൗമമായ വളർച്ചയും ഭൗതികവാദത്തിന്റെ അനിതര സാധാരണമായ വികസനവും ആ സംശയത്തെ കൂടുതൽ ബലവത്താക്കിയിരിക്കുന്നു. എന്നാൽ അങ്ങനെ സംശയിക്കുന്നവരോട്, സന്ദേഹിക്കുന്നവരോട് സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയിലൂടെ മറുപടി നൽകുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചിക്കാഗോയിലാണ് ഞാൻ നിൽക്കുന്നതെന്നത് വിവേകാനന്ദന്റെ ചിക്കാഗോ അഡ്രസ്സിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് നരേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊച്ചു സ്വാമിജി തന്റെ ഗുരുഭൂതനായ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി, താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഗോഡ്? അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നല്ലേ? യെസ്, I have seen God. I have seen him as I see you before me. ഈശ്വരൻ സത്യമാണ്, സ്നേഹമാണ്,
നീതിയാണ്, ന്യായമാണ്, ധർമ്മമാണ്. God is a circle whose center is everywhere and his circumference is nowhere. ഈ ആശയങ്ങൾ, ഈ അഭിലാഷങ്ങൾ ഭാവി തലമുറയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ആത്മീയതയും ഭൗതികതയും കൈകോർത്ത് പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപവും ഭാവവും അർത്ഥവും വ്യാപ്തിയും നൽകുക. SB കോളേജും അസംഷൻ കോളേജും കലാലയങ്ങൾ എന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിന് അത്തരത്തിലുള്ളൊരു പുതിയ നിർവചനം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മഹത്തായ ഈ വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നിസ്സംശയം പറയുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രകാശത്തിന്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ ഒരു കഥയാണ് വിദ്യാഭ്യാസം. പ്രകാശത്തിന്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ ഒരു കഥ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ ഒരു കവിത. മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, അതാണ് വിദ്യാഭ്യാസം മാനവരാശിയോട് ചെയ്യുന്നത്. അതിന്റെ ആഖ്യാന ശില്പം ക്ഷേത്ര കലയുടെ സൂക്ഷ്മ സുഭഗതയാണ് പ്രകടിപ്പിക്കുന്നത്. അത് തന്നെ ഈ അലൂമിനി അസോസിയേഷൻ SB കോളേജ് എന്ന കലാലയത്തോട് ചെയ്യുമെങ്കിൽ ഉള്ളു പൊള്ളിച്ചും നോവ് തീറ്റിച്ചും കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലത്തെ നൊമ്പര കഥകള് മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള, സഹാനുഭൂതിയുള്ള ഒരു തലമുറയുടെ പ്രതിനിധികളായി നാം ഓരോരുത്തരും തീരുമെങ്കിൽ അത് തന്നെയായിരിക്കും ഈ അലൂമിനി അസോസിയേഷന്റെ ശക്തി എന്ന് നിസ്സംശയം പറയുവാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിച്ചു കൊള്ളട്ടെ. ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ കൂലംകുത്തി ഒഴുക്കിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയിലേക്ക് ആ ദിശാബോധം ആവാഹിപ്പിക്കുവാൻ കൂടി ഈ അസോസിയേഷന് കഴിയണം. നിങ്ങൾക്കറിയാം, ഇന്നത്തെ യുവതലമുറ പലപ്പോഴും നിരന്തരമായ വിഷാദത്തിന്റെ, നിതാന്തമായ നിരാശതാബോധത്തിന്റെ ലഹരിയുടെ കരകാണാ കയങ്ങളിൽ മുങ്ങി താഴുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ ഘോര മഹാരണ്യം, പിന്നിലോ ശൂന്യ മരപ്പരപ്പും. കാലം നിടറിയാൽ വിടുപോം ഗർത്തത്തിൽ കുലത്തിലാണ് ഞാൻ നിൽപ്പതിപ്പോൾ അതിനവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് നാം നമ്മുടെ യുവതലമുറയെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, ഇത്തരത്തിലുള്ള മാനവ മൈത്രി സംഗമങ്ങൾ, ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ വല്ലപ്പോഴുമെങ്കിലും സംഘടിക്കപ്പെടണം. ലോകത്തിലെ ഏറ്റവും മഹത്വം ബൃഹത്തുമായ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ നാടിന്റെ മക്കളാകാൻ അപൂർവ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ആ പൊരുതി നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നെ സാമ്പത്തികമായ, സാമൂഹികമായ സ്വാതന്ത്ര്യത്തിലേക്കൂടെ കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ വിദ്യാഭ്യാസത്തെ കാണുന്നത്. എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം എന്നാണ് പറയുന്നത്. മനുഷ്യത്വം, ടോളറൻസ്, സഹിഷ്ണുത, അഡ്വഞ്ചർ ഓഫ് ഐഡിയസ്, സെർച്ച് ഫോർ ട്രൂത്ത്. വിദ്യാഭ്യാസം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണെങ്കിൽ ആ സത്യാന്വേഷണ പരീക്ഷണത്തിന്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപങ്ങളാണ്, ലലാട ഫലകത്തിലെ തിലകങ്ങളാണ് നമ്മുടെ അലൂമിനി അസോസിയേഷനുകൾ. ജീവിതവാഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കൊമ്പിൾ ജലം മാത്രമാണ്. ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ അവനെ താങ്ങും തണലുമായി നിൽക്കുവാൻ അലൂമിനി അസോസിയേഷനിലെ അംഗങ്ങൾക്ക് കഴിയണം. ഏത് തരത്തിലുള്ള ഒരു തലമുറയാണ് നാം വാർത്തെടുക്കേണ്ടത്? ഏത് തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുത്താൽ മാത്രമേ ഈ നാടിന്റെ ഭാവി ഭദ്രവും ഭാസുരവുമായി തീരുകയുള്ളൂ? Where the mind is without fear എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത്. Where the mind is without fear, എവിടെ നിർഭയമാകുന്നു മനസ്സം, and head held high, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. Where the mind is without fear and head held high, where knowledge is without barriers, where words come out from the depth of truth. അതാണ് ഗാന്ധിയ പൂപ്പൻ. ആരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ. Where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way in the dreary desert sand of decadence. In that heaven of freedom, my Father, let my country awake. ആ awakening ആണ്, ആ ഉയർത്തെളിപ്പാണ്, ആ ഉണർത്ത് പാട്ടാണ് വിദ്യാഭ്യാസമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ വിദ്യാഭ്യാസത്തിന്റെ ശ്രീകോവിലിൽ കൊടുത്തിയ ഭദ്രദീപമായി 34 സംസ്ഥാനങ്ങളിൽ
പടർന്ന് കിടക്കുന്ന, ഇന്ന് തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വടുവൃക്ഷമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ അലൂമിനി അസോസിയേഷന് ആ ദിശാബോധം നൽകാൻ കഴിയും, ആ ദിശാബോധം നൽകാൻ കഴിയണം. സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ ആകത്തുകയായൊരു തലമുറയെ വാർത്തെടുക്കുക. മുതിർന്നവരായ നാം ഓരോരുത്തരുടെയും കർത്തവ്യം അതാണ്. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക. Set a goal, work hard, believe in God, success will come to you എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. അത്തരത്തിലുള്ളൊരു തലമുറയെ വാർത്തെടുക്കുവാൻ 104 വർഷത്തെ പാരമ്പര്യമുള്ള ഈ കോളേജിന്റെ താങ്ങും തണലുമായി നിൽക്കുന്ന ഈ അലൂമിനി അസോസിയേഷന് കഴിയുവാനിടയാകുമാറാകട്ടെ എന്ന് മാത്രം ആശിക്കുവാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. സുദീർഘമായ ഒരു ആശംസാ പ്രസംഗത്തിലൊന്നും ഞാൻ എത്തിരുന്നില്ല. അമൃതാനന്ദ ബൈയുടെ വഴികൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കാം. In today's world, there are many who live in air-conditioned rooms who need sleeping pills to sleep. Therefore, the challenge before us is to air-condition our minds. For that, the control of our minds must be firmly in our hands. An air-conditioned mind ഉള്ള നല്ലൊരു തലമുറ തങ്ങളുടെ മാതൃവിദ്യാലയത്തിന്റെ വളർച്ച മാത്രം മനസ്സിൽ കണ്ടു നടക്കുന്ന, അതിനുവേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെക്കുന്ന നല്ലൊരു അസോസിയേഷനായി ഈ അസോസിയേഷൻ വളർന്നു വരും, ഈ അസോസിയേഷൻ വളർന്നു വരണം. A tree which has its roots in the soil, but it reaches up to the sky, is a grim reminder to all of us that our ability to reach our goals depends on we the people who are the soil out of which we grow, for the shoulders on which we stand. ആ soil out of which we grow ഒരിക്കലും മറക്കാതിരിക്കാൻ. ബസീലിയ ലോകവും और टूटे वादों उनका अनकहा कसीसा हुए, the forgotten people and the broken promises. I am the untold story. അതുകൊണ്ട് നാടിനെയും മൂടിനെയും മറക്കാത്ത പ്രവാസി സമൂഹം, ആ പ്രവാസി സമൂഹമാണ് ഭാരതത്തിന്റെ കരുത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കരുത്ത് നമ്മുടെ മാതൃവിദ്യാലയത്തിന്റെ, നമ്മുടെ കലാലയത്തിന്റെ സാർവതോമുഖമായ പുരോഗതിക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുമെന്ന് നാം ഓരോരുത്തരും രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും ബദ്ധപ്രതിജ്ഞരാകുന്ന ഒരു സുമുഹൂർത്തമായി ഇത് തീരുവാനിടയാകുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചെന്നപാരകയുടെ കൈകളിൽ പിടിക്കുവാൻ എന്നപ്പോൾ സമാന്തരം പായുന്ന പാളങ്ങളിൽ, റെയിൽ പാളങ്ങളിൽ പുലരിക്കതർവെന്ന് മുന്നമേ പരത്തുന്ന പുതിയ വെളിച്ചം ഞങ്ങളിൽ പകരുന്നു. ആ മനുഷ്യത്വത്തിന്റെ വെളിച്ചം, ആ വിജ്ഞാനത്തിന്റെ വെളിച്ചം, ആ വിജ്ഞാനത്തിന്റെ പ്രഭാവൂല്യം, ആ വിജ്ഞാനത്തിന്റെ യശോധാവല്യം വരും തലമുറകളിലേക്കും പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ കലാലയ മുത്തശ്ശികൾക്ക് കരുത്തേക്കിക്കൊണ്ട് in some faith do, in some dream, like a gesture of light, like a dream of delight. പോണ്ടിച്ചേരിയിലെ ആശ്രമത്തിലെ അമ്മയുടെ വരികളാണ്. In some faith do, in some dream, like a gesture of light, like a dream of delight. Let this convention attain its solemn objectives എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ ഈശ്വര നാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ Raju Narayana Swami, Sir IAS, for the wonderful speech and the thought-provoking messages for us. മഴ മണ്ണിനോട് എന്താണ് ചെയ്യുന്നത് എന്നുപോലെ തന്നെയാകട്ടെ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസവും കഴിവുകളും ഈ സമൂഹത്തിൽ പ്രതിഫലിക്കട്ടെ എന്ന മഹത്തായ ആശയം നമുക്ക് പറഞ്ഞു തന്ന, അതുപോലെ തന്നെ ധാരാളം കവിതകൾ കോട്ട് ചെയ്ത് ധാരാളം മെസ്സേജുകൾ തന്ന രാജു സർ, വളരെ സന്തോഷം താങ്കൾ ഈ വേദിയിലേക്ക് വന്ന് ഒരു മെസ്സേജ് തന്നത്.